ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ സിമ്പിളായിട്ടും 5 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് ഇടാം. മൈദയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം. സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടച്ച് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആവാറായി. നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കാം. 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. മുട്ടയിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്കെല്ലാം മിക്സ് ചെയ്യാം. മുട്ട നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 സവോള, 1/2 ക്യാപ്സിക്കം, 1/2 തക്കാളിയുടെ ഉള്ളിലെ കുരു എടുത്ത് മാറ്റിക്കോളും. ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ക്രീമും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. നിങ്ങൾ എത്ര ഫില്ലിങ് ഉണ്ടാക്കണോ അതനുസരിച്ച് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി. എല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഫില്ലിങ് ഒന്ന് തണുക്കട്ടെ. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് 15 മിനിറ്റ് ആയി. ഒന്നും കൂടി ഒന്ന് നമുക്ക് കുഴച്ച് കൊടുക്കാം. ഈ ഡോവ് 2 പാർട്ടാക്കാം. ഇത് അടച്ച് മാറ്റി വയ്ക്കാം. ചപ്പാത്തി കല്ലിലേക്ക് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഡോ വെച്ച് കൊടുക്കുക. ഒരുപാട് തിന്നായിട്ടല്ല, എന്നാൽ ഒരുപാട് കട്ടിയല്ല, ആ രീതിയിൽ നമുക്കൊന്ന് ഇത് പരത്തിയെടുക്കാം. പരത്തിയ മാവ് റൗണ്ട് ഷേപ്പാക്കി കട്ട് ചെയ്യാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ലൈറ്റ്ലി ഇത്രയും മൈദ സ്പ്രെഡ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ. പരത്തിയെടുക്കാം. എല്ലാം നമ്മൾ പരത്തിയെടുത്തു. ഇനി സ്നാക്ക് സെറ്റ് ചെയ്യാം. ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 പിഞ്ച് ഉപ്പ്. നല്ലോണം ബീറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ പരത്തി വെച്ചേക്കണ ഒരു ഷീറ്റ് എടുത്ത് കല്ലിൽ വെക്കുന്നുണ്ട്. റെഡിയാക്കി വെച്ചേക്കണ ഫില്ലിങ് വെച്ച് കൊടുക്കാം. മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് മുറിച്ചിട്ടാട്ടോ വെക്കണേ. ഇങ്ങനെ മുറിക്കാണ്ട് അങ്ങനെ ഷീറ്റായിട്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ സൈഡിൽ കുറച്ച് നമുക്ക് വെള്ളം തേച്ച് കൊടുക്കാം. വേറൊരു ഷീറ്റ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് വെച്ച് അമർത്തി കൊടുക്കാം. റെഡിയാക്കി വെച്ചേക്കണ മുട്ടയിലേക്ക് മുക്കി കൊടുക്കാം. കുറച്ച് കോൺഫ്ലേക്സ് എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിൽ ഡിപ്പ് ചെയ്യാം. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് ബാക്കിയുള്ള 2 എണ്ണം ഇതേപോലെ ചെയ്തെടുക്കാം. 3 റെഡിയാക്കി എടുത്തു. നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തോളൂ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എണ്ണ കുറേശ്ശെ ചൂടായിരിക്കുമ്പോൾ തന്നെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഹീറ്റ് ആവരുത് കേട്ടോ എണ്ണ. അപ്പം മുകൾ ഭാഗം പെട്ടെന്നാവും, ഉള്ളിൽ വെന്ത് കിട്ടില്ല. 2 ഭാഗം തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അടിഭാഗം ഒന്ന് നല്ലോണം ആയതിൻ്റെ ശേഷം വേണം നമുക്ക് മറിച്ചിടാൻ. ഒരെണ്ണം റെഡിയായി, നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കി 2 എണ്ണം റെഡിയാക്കി എടുക്കാം. ഞാൻ എടുത്ത അളവിന് 3 എണ്ണമാണ് വരുന്നത്. അപ്പം നിങ്ങൾ അതനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. ഈസി ആയിട്ടും സിമ്പിളായിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. നല്ല ടേസ്റ്റും ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.